കാഴ്ച പരിമിതർക്കായി 2 വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ഉപകരണത്തിന് രാജ്യാന്തര പുരസ്കാരം. കോട്ടയം പുതുപ്പള്ളി ലൈഫ് വാലി ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളുടേതാണ് കണ്ടുപിടുത്തം. ഇവിടെ സെൻസേഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പോയിന്റർ ഉണ്ട്. ഈ പോയിന്റർ ഇവിടെ സെൻസേഴ്സ് എന്തെങ്കിലും ഒരു തടസ്സം ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റർ ഒബ്സ്റ്റക്കിൾ ഇല്ലാത്ത ഒരു ഡയറക്ഷനിലോട്ട് ചൂണ്ടിക്കാണിക്കും. അതായത് ഫ്രണ്ടിൽ 180 ഡിഗ്രീസ് ഇത് കവർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും മുൻപോട്ട് എല്ലാ സൈഡിൽ നിന്നും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇത് ബീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവർക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായി എലിസബത്ത് ഡെന്നിസും ശ്രീദേവി എസ് നമ്പൂതിരിയും ചേർന്ന് നിർമ്മിച്ചതാണ് ഈ ഉപകരണം. 2 സെൻസറും പോയിന്ററും ബസറും അടങ്ങുന്ന ഉപകരണത്തിന് ലുമോസ് എന്നാണ് പേരിട്ടത്. കാഴ്ച പരിമിതർക്ക് ഊന്നുവടിക്ക് പകരമായി ഉപയോഗിക്കാം. ഇരുവരുടെയും കണ്ടുപിടുത്തത്തിന് രാജ്യാന്തര പുരസ്കാരമാണ് ലഭിച്ചത്. ദുബായിൽ നടന്ന രാജ്യാന്തര ഡിജിറ്റൽ ഫെസ്റ്റിവലിൽ റോബോട്ടിക്സ് വിഭാഗത്തിൽ ഒന്നാമതെത്തി. ഇവിടുന്ന് ഒരു എക്സൽഷ്യറിൽ നടന്ന ഒരു കോമ്പറ്റീഷൻ ജയിച്ചിട്ടാണ് ഇങ്ങോട്ട് പോയത്. അപ്പം ഞങ്ങൾക്കൊരു 1,000 ദിറംസിൻ്റെ ഒരു ചെക്ക് കിട്ടി. ഇവിടുന്ന് സ്കൂളിൽ നിന്നും 25,000 കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. പേറ്റന്റ് നേടി സ്റ്റാർട്ടപ്പിലൂടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനാണ് ഇനിയുള്ള ശ്രമം. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എക്സ്റ്റേണലായിട്ട് ഓഫ്കോഴ്സ് മ്യൂസിക്കും അതും ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ എക്സ്ട്രാ ആണ്. ഇതിപ്പോൾ ബേസിക്കായിട്ട് അവർക്ക് നടക്കുമ്പോൾ വീഴാതിരിക്കാനും അവർക്ക് പ്രശ്നമില്ലാതിരിക്കാനും ഉള്ള ഒരു ഐഡിയ ആണ് ഇത്. മറ്റ് വിദ്യാർത്ഥികൾക്കും പ്രചോദനമാണ് രാജ്യാന്തര പുരസ്കാരം. ഇൻ്റർനാഷണൽ വെന്യൂവിൽ ഇവർ ആദ്യമായിട്ട് പോയിട്ട് ഒരു പ്രൈസ് കിട്ടും എന്ന് പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഇനിയും ഈ സ്കൂളിലുള്ള ബാക്കി കുട്ടികളും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള വേറെ സ്കൂളിലെ കുട്ടികൾക്കും ഇതൊരു എക്സാമ്പിൾ ആവട്ടെ. ഇത് സാധ്യമാണ്. ഇനിയും കൂടുതൽ ഇന്നോവേഷൻസ് വരട്ടെ. മനോരമ ന്യൂസ്, കോട്ടയം.